എടമോനെ, ഇറ്റ്സ് മീ ഒരു സിനിമ ചേട്ടൻ. ആവേശം, അതുപോലെ ജയ് ഗണേഷ്, 2 in 1 രണ്ട് ചിത്രങ്ങളുടെ വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം ജിതു മാധവൻ സംവിധാനം ചെയ്ത ആവേശത്തിന്റെ റിവ്യൂ ആണ് ആദ്യം പറയാൻ പോകുന്നത്. ആവേശം അത്രയധികം ഒരു ആവേശം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഗംഭീരമായ എന്ന് ഞാൻ ഇന്ന് പറയുന്നില്ല, ഇനി ഞാൻ ആ ഡയലോഗ് മാറ്റുകയാണ്. അട്ടഹാസമായ ഒരു ചിത്രം തന്നെയാണ് ആവേശം എന്ന ചിത്രം. ഫഹദാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജിതു മാധവൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംവിധായകനാണ്. അതായത് അദ്ദേഹത്തിന്റെ പ്രീവിയസ് ഒരു മൂവി നോക്കിയാലും ഹിറ്റ് തന്നെയായിരുന്നു. അതായത് രോമാഞ്ചവും ഒരു അട്ടാറ് ഹിറ്റ് തന്നെയായിരുന്നു. രോമാഞ്ചത്തിന്റെ ഷൂട്ട് ബാംഗ്ലൂരായിരുന്നു. രോമാഞ്ചം ഫുൾ മൂവി ബാംഗ്ലൂരായിരുന്നു. അതുപോലെ തന്നെ ആവേശം ഈ ചിത്രവും ബാംഗ്ലൂർ തന്നെയാണ് ഇതിന്റെ പ്രധാന ലൊക്കേഷൻ. പിന്നെ ഇതില് എടുത്തു പറയാനായിട്ട് ഫഹദ് ഫാസിൽ അതിമനോഹരമായി തന്നെ ഫഹദ് ആ രംഗണ്ണന്റെ റോള് വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ദൂരെയാണ്. ഫഹദ് ആ റോള് ഗംഭീരമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു രംഗണ്ണൻ. അതായത് നമ്മുടെ ആവേശത്തിന്റെ കഥ പറയുകയാണെങ്കിൽ, കഥയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഒരു എക്സ്ട്രീം ഹീറോ, അതായത് ഇപ്പോ സ്നേഹിച്ച നക്കിക്കൊല്ലും, വെറുതെ കഴിഞ്ഞാൽ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു ഹീറോ ആണ് നമ്മുടെ രംഗണ്ണൻ. അതായത് സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം സ്നേഹിക്കും. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു 3 സ്റ്റുഡൻസ് സീനിയേഴ്സിന്റെ റാഗിങ്ങിനെ കൊണ്ടുള്ള തൊല്ല സഹിക്കാൻ വയ്യാതെ ഒരു ലോക്കൽ സപ്പോർട്ടിനായി ഒരു ലോക്കൽ ഗുണ്ടയെ തേടി ഇറങ്ങിയാണ് പ്രതികാരം ചെയ്യാനായിട്ട്. അങ്ങനെ കണ്ടെത്തുകയാണ് നമ്മുടെ രംഗണ്ണൻ ബാംഗ്ലൂരത്തെ എല്ലാമാണ്. അതായത് അവിടുത്തെ ഒരു റിയൽ ഹീറോ എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു ക്യാരക്ടറാണ് രംഗണ്ണൻ. പിന്നെ രംഗണ്ണൻ ഈ സ്റ്റുഡൻസിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, രംഗണ്ണന്റെ ആ ഒരു മാസ്മരികത, ആ ഒരു മാസ് എല്ലാം എങ്ങനെ കാഴ്ചവെക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ചിത്രത്തിന്റെ കഥയുടെ ഒരു പ്ലോട്ട്. എല്ലാത്തരം പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്താത്ത ഒരു ചിത്രം തന്നെയാണ് ആവേശം. അതായത് ഇപ്പൊ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ അത് പറയുകയാണെങ്കിൽ ഇപ്പോ കാർത്തിക് സുബ്ബരാജിന്റെ പടങ്ങൾ അല്ലെങ്കിൽ ലോകേഷ് കനകരാജിന്റെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവരുടെയൊക്കെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ തന്നെ എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നി. അതായത് ആ ഒരു കളർ പാറ്റേൺ ആവട്ടെ, അല്ലെങ്കിൽ ആ ഒരു സിനിമോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, എല്ലാ തരത്തിലും ആ ഒരു ആർട്ടൊക്കെ ചെയ്തിരിക്കുന്ന രീതി, കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതികൾ എല്ലാം ഒരു കാർത്തിക് സുബ്ബരാജിന്റെ അല്ലെങ്കിൽ ലോകേഷ് കനകരാജിന്റെ ഒക്കെ ഒരു സ്റ്റൈൽ പിടിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ അത് ഗംഭീരം തന്നെയാണ് അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഈ ലോകേഷ് കനകരാജിന്റെ ഒരു സ്റ്റൈൽ, ഒരു 10, 100, 200 അല്ലെങ്കിൽ ഒരു 500 ഗുണ്ടകളൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഹീറോ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ചില സ്റ്റൈൽസ് ഒക്കെ ഉണ്ടല്ലോ ലോകേഷ് കനകരാജിന്റെ. അതേ ഒരു പാറ്റേൺ ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് രംഗത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒട്ടും തന്നെ അത് ബോറാക്കാതെ അതിഗംഭീരമായിട്ട് തന്നെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെയധികം രോമാഞ്ചപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആവേശം ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. പേഴ്സണലി എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം മനോഹരമായിട്ട് കണക്ട് ആയ ഒരു ചിത്രം തന്നെയാണ് ആവേശം. വളരെയധികം ഗംഭീരമായിട്ട്, അതും എടുത്തു പറയേണ്ട എന്റെ സിനിമോട്ടോഗ്രാഫി ഒക്കെയാണ്. സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, സമീർ താഹിറാണ്. സമീർ താഹിർ അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി ഉറപ്പായും ഈ ഒരു ചിത്രത്തിൽ അതിഗംഭീരമായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആവേശം എന്ന ഈ ഒരു മൂവിയെ പറ്റി സംസാരിക്കാനുള്ളത്. എന്തായിരുന്നാലും ഒട്ടും തന്നെ നിരാശപ്പെടുത്താത്ത ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി എന്നൊന്നും പറയുന്നില്ല. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഫഹദ് ഫാസിൽ എന്ന ആ ഒരു നടന്റെ ആ ഒരു സ്റ്റൈലും ഗെറ്റപ്പും അദ്ദേഹത്തിന്റെ ആ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു പ്രസന്റിങ് സ്റ്റൈലും ഒക്കെ നമുക്ക് കണ്ടിരിക്കാൻ തന്നെ സാധിക്കും. അതുകൊണ്ട് തിയേറ്ററിൽ പോയി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ആവേശം എന്ന ഈ ഒരു ചിത്രം. അപ്പൊ നമുക്ക് അടുത്ത ചിത്രമായ ജയ് ഗണേഷിന്റെ റിവ്യൂയിലേക്ക് പോവാം. ഓക്കെ, ജയ് ഗണേഷ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം നിരാശ നൽകിയ ഒരു ചിത്രം തന്നെയാണ്. നല്ലൊരു ഉറക്കഗുളിക തന്നെയാണെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം ആദ്യത്തെ ഒരു മണിക്കൂറൊക്കെ നന്നായിട്ട് തന്നെ ഉറങ്ങാനായിട്ട് സാധിച്ചു. പിന്നെ അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം ചെറിയൊരു അനക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഒന്നും തന്നെ ഭയങ്കരമായിട്ടൊന്നും സൃഷ്ടിക്കാനായിട്ട് ജയ് ഗണേശിന് കഴിഞ്ഞിട്ടില്ല. എക്സ്പെഷ്യലി ഇപ്പോൾ രഞ്ജിത്ത് ശങ്കറിന്റെ ഒരു പടം എന്ന് പറഞ്ഞപ്പോൾ അത്രയധികം പ്രതീക്ഷയൊന്നും അല്ലെങ്കിൽ പോലും രഞ്ജിത്ത് ശങ്കറിന്റെ മറ്റു പടങ്ങളൊക്കെ ഒരു ആവറേജ് മൂവീസ് തന്നെയാണ്. ഇപ്പൊ സുദീപ് ആത്മീകമൊക്കെ ഒരു ക്ലാസ് മൂവി എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രീവിയസ് മൂവീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തരക്കേടില്ലാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ചിത്രങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹം ഒരു മിസ്റ്ററി ത്രില്ലർ പോലെ ഒരു ചിത്രം ചെയ്യുന്ന ആ ഒരു സമയത്ത് വളരെയധികം ഞാൻ പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്നു. അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. പക്ഷെ തീർച്ചയായും വളരെയധികം ശോകം തന്നെയാണ് ജയ് ഗണേഷ് എന്ന ഒരു ചിത്രം. എടുത്തു പറയാനായിട്ടൊക്കെ വേണം അത്രയധികം ഒന്നും തന്നെ ഇല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ ഈ പറഞ്ഞല്ലോ,
നന്നായിട്ടൊക്കെ ക്ഷീണമൊക്കെ മാറ്റി ഒന്ന് നന്നായിട്ടൊക്കെ ഉറങ്ങി തന്നെ തിയേറ്ററിൽ പോകാനായിട്ട് ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂർ തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങിപ്പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ RRR എടുത്ത് നോക്കുകയാണെങ്കിൽ ബിജിഎം ഒക്കെ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രീവിയസ് മൂവീസിലൊക്കെ ചെയ്തിട്ടുള്ള ബിജിപാലാണ്. ഇത്തവണ ചെയ്തിരിക്കുന്ന പുതിയ ഏതോ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ ഒരു സുഷിൻ ശ്യാമിന്റെ ഒരു സ്റ്റൈലും പാറ്റേണും ഒക്കെ കോപ്പി അടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്രത്തോളം ഒന്നും ഒരു നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം മ്യൂസിക്കിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു തന്നെ പറയേണ്ടി വരും. പിന്നെ അതുപോലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്ന ഉണ്ണി മുകുന്ദനാണ് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം ഒട്ടും തന്നെ എനിക്ക് കൺവിൻസിങ് ആയി തോന്നിയില്ല. കാരണം ആ ഒരു ക്യാരക്ടർ മാറ്റി. കാരണം ഈ ഇമോഷണൽ സീൻസിലൊക്കെ ഒരുപാട് ഇങ്ങനെ അലറി വിളിക്കുകയും ഏതൊരു ഇമോഷനും ഇപ്പം സങ്കടം വന്നിരുന്നാലും സന്തോഷം വന്നിരുന്നാലും അല്ലെങ്കിൽ എന്ത് തന്നെ വന്നിരുന്നാലും ഒരു അലർച്ചയാണ് നമ്മുടെ ഈ റോബിനൊക്കെ ഉള്ള ഒരു ശൈലി പോലെ. ചുമ്മാ ഇങ്ങനെ അലറുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് പോലും സത്യത്തിൽ എനിക്കൊന്നും ക്ലിയർ ആയില്ല എന്ന് വേണം പറയാൻ. ഇനി ഉണ്ണി മുകുന്ദൻ ഈ വീഡിയോ കണ്ട് എന്നെ വിളിച്ച് ചീത്ത വിളിക്കുമെന്ന് എനിക്കറിയില്ല. എന്നിട്ടാണ് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ തുറന്നു പറയുകയാണ്. അത്രയധികം ഒരു ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ഒരു ചെറിയ ഒരു ത്രെഡ് തന്നെയാണ്. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്നു, അതും ഒരു മന്ത്രിയുടെ അടുത്തുള്ള ഒരു പ്രതികാരം കൊണ്ട് ഒരാൾ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടത് തന്നെയാണ്. അതുപോലെ ഈ വായു മലിനീകരണം, ശബ്ദ മലിനീകരണം എന്നൊക്കെ പറയുന്ന സംഭവം, നമ്മൾ ഈ പൊല്യൂഷൻ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചിത്രങ്ങളിൽ കണ്ട് പഴകിയ സംഭവങ്ങൾ തന്നെയാണ്. ആ ഒരു പഴകിയ സംഭവത്തെ തന്നെയാണ് ഒരു പുതിയ വീഞ്ഞിൽ നിറച്ചു കൊടുക്കാനായി ശ്രമിച്ചു രഞ്ജിത്ത് ശങ്കർ. എന്നിരുന്നാൽ പോലും അത് അത്രത്തോളം ഒത്തില്ല എന്ന് പറയേണ്ടി വരും. പടത്തിന്റെ ആദ്യം തന്നെ ഉണ്ണി മുകുന്ദൻ എന്തൊക്കെ വരയ്ക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. ജയ് ഗണേശ് എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അത് പിന്നെ ഒരു ആപ്പായി പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ നമ്പ്യാർ വരുന്നു. അങ്ങനെ പിന്നെ അത് ആപ്പാകുന്നു. അത് ആപ്പായോ അത് ആപ്പായില്ലയോ, അത് നമുക്ക് ആപ്പായോ ഒന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല. ആ ഒരു കുഞ്ഞിനെ കണ്ടുപിടിക്കാനായി ഇപ്പോൾ സൈബർ സെല്ലിനെ സഹായിക്കാനായി ഉണ്ണി മുകുന്ദൻ വരുന്നുണ്ട്. പക്ഷെ അത് എന്താണ് സംഭവിക്കുന്നതെന്ന്, ഏതാണ് സംഭവിക്കുന്നത്? ഉണ്ണി മുകുന്ദന്റെ വഴിക്ക് എന്തൊക്കെ അന്വേഷണങ്ങൾ നടത്തുന്നു, പോലീസുകാരുടെ സൈഡുമായി മറ്റെന്തൊക്കെ അന്വേഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ പോകുന്നു സിനിമ. കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല. ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും തിയേറ്ററിൽ പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അത്യാവശ്യം ഒരു ബിലോ ആവറേജ് മൂവി എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പൊ ഈ രണ്ട് ചിത്രത്തിന്റെ റിവ്യൂ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരു വലിയ നന്ദി പറയുകയാണ്. അപ്പോൾ മറ്റ് ഗംഭീരമായ ത്രില്ലർ മൂവീസിന്റെ, ക്രൈം ത്രില്ലർ മൂവീസിന്റെ, മിസ്റ്ററി ത്രില്ലർ മൂവീസിന്റെ, സസ്പെൻസ് ത്രില്ലേഴ്സിന്റെ ഒക്കെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ്സിൽ കാണാം. അപ്പോൾ അതുവരെയും ബൈ ബൈ.